തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൽ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള ദൗത്യം ദുഷ്കരമായി തുടരുകയാണ്. സ്ലാബ് പോലെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത്. തെരച്ചിൽ രണ്ടാം ദിവസവും തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ശുചീകരണ തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സംശയിക്കുന്ന മാൻഹോളിനുള്ളിൽ NDRF സേനാംഗങ്ങൾ ഇറങ്ങി പരിശോധിച്ചെങ്കിലും ആദ്യ 40 മീറ്ററിനുള്ളിൽ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. സംഭവിച്ചപ്പോൾ നമ്മൾ ഇത് വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഇറങ്ങി, ഈ മാൻഹോളിൽ ഇറങ്ങി അങ്ങോട്ട് സെർച്ച് ചെയ്തു. അപ്പോഴത്തേക്ക് ഈ വേസ്റ്റ് ഇങ്ങനെ ബെഡായിട്ടെങ്കിലും നല്ല പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. 40 മീറ്ററിലും പോയി ഫുള്ള് പോയായിരുന്നു. അവിടെ ലൊക്കേറ്റ് ക്ലിയർ ആയി, പക്ഷെ കിട്ടുന്നില്ല. ഇനി ബാക്കി കൂടെ നോക്കുന്നുണ്ട്. അതായത് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ആ സ്ഥലത്തോട്ട് ഇവിടെ മുമ്പോട്ടാണോ അതോ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ഇങ്ങോട്ടാ പോയത്, തിരിച്ച് ഇനി അങ്ങോട്ടോട്ട് നോക്കണം. എന്നാലും ഈ ബെഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലേക്കും വേസ്റ്റ് താഴ്ന്നാ നിൽക്കുന്നത്. ഈ സ്ലാബ് പോലെയാണ് ഈ വേസ്റ്റ് നിൽക്കുന്നത്. ഇല്ല നമ്മൾ സെർച്ചിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല, പിന്നെ ഒന്നും പറയാറായിട്ടില്ല. അതാണ് കാരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. റെസ്ക്യൂ ചെയ്യുന്ന ആൾക്ക് പോലും വളരെ ഹൈലി റിസ്ക് ആയിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, 2 പേർക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലൂടെയാണ് ചെല്ലുന്നത്. ഒരു കേവ് ഡൈവ് തന്നെയാണിത്. നമ്മളിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള മാൻഹോളിൽ നിന്ന് നമ്മൾ ഓപ്പണിങ്ങിലേക്ക്, എൻട്രി പോയിന്റിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഏതാണ്ട് 40 മീറ്റേഴ്സ് ഇപ്പോൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിനിടയ്ക്കുള്ള എൻട്രി പോയിന്റിനും ഈ 3rd പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഏരിയ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഡൈവേഴ്സ്, സ്കൂബ ഡൈവേഴ്സ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഡൗൺ സ്ട്രീം നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തത് ഈ 3rd പ്ലാറ്റ്ഫോമിന് മിഡിലുള്ള ആ മാൻഹോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്തിരുന്നത്. അത് ആ ബ്ലോക്കേജ് കംപ്ലീറ്റ് അല്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് താഴേക്ക് പോകില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നമ്മളിപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് താഴേക്കുള്ള ഭാഗത്ത് സെർച്ച് ചെയ്തേ പറ്റും. ഇന്നലെ എൻട്രി പോയിന്റിൽ നിന്ന് 40 മീറ്റർ ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ഈ 3rd പ്ലാറ്റ്ഫോമിൽ 40 മീറ്റർ എൻട്രി പോയിന്റിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് അതിനിടയ്ക്കുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. മാൻഹോളിനുള്ളിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. ടീമിലെ 3 പേരാണ് ഇപ്പോൾ നിലവിൽ മാൻഹോളിനുള്ളിലുള്ളത്. ഇതിൽ 2 പേര് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരാണ് ഇപ്പോൾ ഈ പറയുന്ന 40 മീറ്റർ കവർ ചെയ്തത്. അവർക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും. അവിടെ വർക്ക് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അറിയത്തുള്ളൂ അവിടെ എത്രമാത്രം സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെന്നുള്ളത്. അത് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ മാക്സിമം നമുക്ക് അരമണിക്കൂർ അത്രമാത്രമേ പറ്റുള്ളൂ. NDRF ടീം ഇപ്പോൾ അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ അവരോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് സ്കൂബ ടീം വീണ്ടും ഇറങ്ങും. പിന്നെ നമ്മൾ ഇന്നലെ ആലോചിച്ചൊരു കാര്യം പറഞ്ഞാൽ ബാൻഡിക്കൂട്ടിൻ്റെ ഒരു റോവർ വെച്ചിട്ടൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അതും കൂടെ ഡിപ്ലോയ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് ഏരിയ കവർ ചെയ്ത ശേഷം പിന്നെ ബാക്ക് ഏരിയ കൂടെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞ് പിന്നെ ഫർദർ ഡൗൺ സ്ട്രീം നോക്കുന്നു. ഒരു 40 അടിയിലുണ്ട് എന്നൊരു സംശയമുണ്ടോ ഇപ്പോഴും? അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെ സംശയം മീൻസ് ജസ്റ്റ് നമ്മുടെ ഒരു ഭാഗത്ത് നമ്മളൊരു ഉറപ്പ് വരുത്തുവാണ് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു ഏരിയയിൽ ഇല്ല. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ഈ പ്ലാറ്റ്ഫോം നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന എന്തെങ്കിലും നടപടി ആവശ്യമില്ല. അർദ്ധരാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനായില്ല എന്നതായിരുന്നു ഇന്നത്തെ സാഹചര്യം. മാരായമുട്ടം സ്വദേശി ജോയിയെ ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കാണാതായത്. അതേസമയം റെയിൽവേയെ പഴിചാരുകയാണ് ജനപ്രതിനിധികൾ. എവിടെയാണോ ഈ സംഭവം ഉണ്ടായത് അതിന് ശേഷം ഇപ്പുറത്തെ ഒരു 100 മീറ്ററോളം നമ്മൾ ഗൗരവമായ പരിശോധന നടത്തുന്നുണ്ട്. ആ പ്രദേശത്ത് ഇന്നിപ്പോൾ 2 ഭാഗത്തു നിന്നും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സ്കൂബ ഡൈവേഴ്സ് പോയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ഇത്രയും 40 മീറ്റർ വിശദമായി പരിശോധിച്ചു. ഇനി അപ്പുറത്ത് 40 മീറ്റർ വരാനുണ്ട്. ഇനി അവിടെ അതെ അവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്കും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടിലേക്കും 40 മീറ്റർ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരേണ്ടത്. അപ്പൊ ഇവിടെ നിന്നുള്ള 40 മീറ്റർ പരിശോധന ഏതാണ്ട് പൂർത്തിയായെന്ന് പറയുന്നത്. അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള 40 മീറ്ററിന്റെ പരിശോധന നടന്നു തുടങ്ങുന്നത്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറിലേക്ക് ഇങ്ങോട്ടേക്കുള്ള അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഈ പ്രദേശത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കില്ല. പിന്നെ വേറൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ആ മാൻഹോൾ പോലുള്ള സ്ഥലത്തിന്റെ അവിടെ മാത്രമേ നെറ്റുള്ളൂ. അതിന്റെ ഇരുവശങ്ങളും തുറന്നു കിടക്കുകയാണ്. അപ്പോ ഇത് വേണമെങ്കിൽ ഈ മാൻഹോളിൽ തട്ടി നിൽക്കുന്ന 2 സൈഡിലും സ്പേസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് അപ്പുറത്തേക്ക് പടിഞ്ഞാറേക്കും പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ ഇത് ഒഴുകി എവിടെ വരെ വേണമെങ്കിലും നമ്മുടെ അവസാനിക്കുന്ന വഴിയിലല്ലേ അവസാനിക്കുന്നത്, വഴി തുറന്നു വിടുമ്പോൾ. അപ്പോൾ പാർവതി പുത്തനാർ വഴി അങ്ങനെയും സാധ്യതയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഒഴി അങ്ങോട്ടാണ് പോയതെങ്കിൽ അങ്ങോട്ട് ആമയിഴഞ്ഞാൻ തോട് വഴി അങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെങ്കിൽ വളരെ ലെങ്തിലേക്കാണ്
ഇത് പോകാനിടയുള്ളത്. നമ്മളെല്ലാം അറിയുന്നത് പോലെ ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെ നഗരസഭയെയോ മറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയോ പ്രവേശിപ്പിച്ച് ക്ലീൻ ചെയ്യാൻ ഒരിക്കലും ഇവർ അനുവദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശുചീകരിക്കേണ്ട ചുമതല പൂർണ്ണമായും റെയിൽവേ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ കണ്ടു. എന്ന് മാത്രം വളരെ പ്രധാനം ഈ ട്രെയിനുകളിൽ വരുന്ന മാലിന്യങ്ങൾ അതെ സെപ്റ്റേജ് മാലിന്യം അടക്കം കുപ്പികൾ ഇതെല്ലാം എവിടെ പോകുന്നു? ഇവരൊന്നും കോർപ്പറേഷൻ പുറത്ത് ഇതിനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇതെല്ലാം ഇവർ കുഴിച്ചു മൂടുന്നത് ഇതിന്റെ അടിയിലാണെന്നുള്ള ഇപ്പോൾ ബോധ്യമായി. നമ്മുടെ ഈ പഴവങ്ങാടി അതുപോലെ തന്നെ തമ്പാനൂർ മേഖലകളിൽ എവിടെ എത്രയെല്ലാം ക്ലീൻ ചെയ്താലും വെള്ളം ആമേഴിഞ്ഞം തോറിൽ അങ്ങോട്ട് പോകാത്തതിന്റെ കാരണം ഈ റെയിൽവേയുടെ കസ്റ്റഡിയിലുള്ള സ്ഥലത്തെ മാലിന്യം അവർ നീക്കാത്തതുകൊണ്ടാണെന്നുള്ളത് ബോധ്യമായി. പക്ഷേ ഇപ്പം നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ലക്ഷ്യം ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്കിലും അത് വരും ദിവസങ്ങളിൽ അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതാണ് സാഹചര്യം. രണ്ടാം ദിവസവും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ പ്രധാന വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത് എന്ന് ഏറെക്കാലത്ത് വിമർശനം നേരിട്ടിരുന്ന ഇടമാണ് ഈ റെയിൽവേ ലൈനിലൂടെ ഇടയിലൂടെ കനാൽ. കാരണം വലിയ പാസേജിലൂടെ കടന്നു വരുന്ന വെള്ളം പിന്നീട് ചെറിയൊരു കനാലിലൂടെ മാത്രം, ചെറിയൊരു ഹോളിലൂടെ മാത്രം കടന്നു പോകുന്നതാണ് ഈ വലിയ തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നതെന്ന് വലിയ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി അവർക്ക് താഴെ